പിന്നെ എൻ്റെ അമ്മ എനിക്ക് കുഴക്കട്ട ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിച്ചു തരാൻ ഞാൻ ചോദിച്ച് ഇതാക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നും ചോദിക്കാറില്ല അങ്ങനെ. അമ്മ എനിക്ക് എന്തോ ഉണ്ടാക്കി തരാൻ പോളെ. ഡാഡി എവിടെ ബിസി. ഞാനിടും സാരല്ലേ, നമ്മളതൊക്കെ ഇതായിട്ട് എന്തോ 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 പറയാറുണ്ടെന്ന് തോന്നുന്നു. പറ ഒന്ന് ചിരിച്ചോണ്ട്. ആ കണ്ടോ, ഇത് മറ്റേ ലാസ്റ്റ് അച്ഛൻ്റെ അമ്മയുടെ അത്ത പോലെ കടുവറ കടുവറ കടുവറ. ഹലോ. അപ്പം നമ്മൾ ഇതാ എൻ്റെ അമ്മ എന്നെ കൊണ്ടൊരു മുറി തേങ്ങ മൊത്തം ചിരടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും ആവശ്യമില്ലതാണ് ഇപ്പോൾ പറയുന്നത്, പിന്നീട്ടൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. ശരി, എന്നാൽ നമ്മളൊരു സഹായം ചെയ്ത് കൊടുത്തേക്കാം എന്ന രീതിയിൽ ചെയ്ത് കൊടുത്തു. ഇനി എൻ്റെ അമ്മ പറഞ്ഞുതരും എന്താണ് എത്ര ഇത് പൊടി എടുക്കണം. എൻ്റെ പൊടിയൊന്നും അരിപ്പൊടിയല്ലേ, അരിപ്പൊടി എത്ര എടുക്കണത്. എന്ത് ഇത് ഭയങ്കര എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയെന്നല്ല കേട്ടോ, വെറുതെ ക്യാമറ അങ്ങ് ഓടിപ്പോവാ. ബാക്കി എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രമേ ക്യാമറ ഇഷ്ടമുള്ളത്, ബാക്കി എല്ലാവരും ഓടിപ്പോവാ. വരുന്നില്ലേ അണിയറയിലോട്ട് വരും? ഇല്ല, ശരിയില്ല. എത്ര എത്ര ക്ലാസ് എടുക്കണം? 2 ക്ലാസ്. അങ്ങനെ മുക്കി എടുക്കണോ അതോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടാൽ മതി? എന്നിട്ട് വെള്ളമല്ലേ, വെള്ളമില്ല അടിയിലുള്ളൂ. ഞാനെടുത്തോളാം. 2 ഗ്ലാസ് മതിയോ? 2 ഗ്ലാസ്സാണ് അതെ. ശരി, അപ്പം നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അയ്യോ, എല്ലാത്തിനും ഇട്ടു. ശർക്കര ഉരുക്കിയിട്ട്, ശർക്കര ഉരുക്കിയതല്ലേ, വിളയിട്ട് ശർക്കരയിൽ കല്ലിലാണ് മീൻ പണിയൊക്കെ പൊടിക്കരിക്കും. ശർക്കര എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് അമ്മ തന്നെയാണ് ചെയ്യുന്നത്. ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തിരിഞ്ഞ് വെച്ച ചെരുകി വെച്ച തേങ്ങതാ നന്നായിട്ട് എന്നിട്ട് എത്ര പിടി ഇടുന്നത്? 2 പിടിയാണ്. ഒരു മുറി തേങ്ങ മൊത്തം അതിലിടുന്നുണ്ട്. ഓക്കെ, ഇട്ടില്ലല്ലോ, സോറി, 1 മുറി തേങ്ങ കേട്ടോ, 1/4 ഭാഗം. ബാക്കി അമ്മ മാറ്റി വെച്ചു. വേറെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനായിട്ട്. അപ്പം ഇതിലേക്ക് എന്താണ് ഇനി? തേങ്ങ, ജീരകം, ജീരകമാണ്, ചെറിയ ജീരകം. നമുക്ക് ചെറിയ ജീരകം, നമ്മളിപ്പോൾ ചെറുജീരകമാണ് നമ്മൾ മറ്റേ തേങ്ങയിലോട്ട് ഇടാൻ പോവാണ്. ഒരു നുള്ള് മതി, അധികം വേണ്ട. ഉള്ളിയല്ല, ഒരു നുള്ള് മതി എന്ന് പറയുക. മറ്റേ പച്ച വെള്ളത്തിൽ പൊടി വയ്ക്കും. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, ഞാൻ വെച്ചോളാം. എന്ത് നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇതുപോലെയൊക്കെ. എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ എത്ര ഇത് വന്നോളാം. അതിന് വെള്ളമുണ്ടല്ലോ. അപ്പം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ചെമ്പി ഇത് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. 1/4 ഭാഗത്തിന് മുകളിലായിട്ട്. ഇപ്പം എൻ്റെ അമ്മ മറ്റേ ശർക്കര ഇങ്ങനെ വിളയിക്കാന്നല്ലേ അമ്മ പറയാം? വിളയിക്കാണ്. ഇതൊക്കെ ഇട്ടിട്ട് വിളയിച്ചു. അമ്മ ഡാഡി എൻ്റെ ക്യാമറ അലർജി കാണുമ്പോൾ മിണ്ടാതെ ആ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. എന്താണ് ഇപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കാറായി. അപ്പം നമ്മളിതാ മാവിലിട്ടിട്ട് കുഴയ്ക്കും. ജീരകത്തിൻ്റെ ഏതിലിപ്പിടാൻ? അരിപ്പൊടിയിലേക്ക് ഉപ്പിടാം. അതെങ്ങനെയാണ്? അതാണ് എൻ്റെ അമ്മ. ഡാഡീനെ അടുത്ത പ്രാവശ്യം കൈ കിട്ടണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എത്ര ടീസ്പൂൺ പോരെ? എത്ര? കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ ബീറ്റർ ബീറ്റ് ചെയ്ത് ഈ മറ്റ് വീഡിയോ ആൾക്കാർ പറയുന്നത് ഞാൻ സബ്സ്ക്രൈബ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ലല്ലേ. മറന്നു പോണത് കേട്ടോ. നിങ്ങൾ കണ്ട് അറിഞ്ഞൊക്കെ ചെയ്യുക. ഇടയ്ക്ക് വിട്ടു പോകുന്നതൊക്കെ അത്
അതാണ് ഞാനിട്ട പൊടിയേക്കാളും കൂടുതലുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മ പൊടി കുഴക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ്. കാരണം കട്ട പിടിക്കുന്നത് എനിക്ക് പൊടി കുഴക്കാനേ അറിയില്ല. അമ്മ ഇതിലത് കട്ട പിടിച്ചമ്മ. അമ്മ സാരില്ല, അത് ശരിയായിക്കോളും. ഇതിന് വഴക്ക് കിട്ടുന്ന എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇട്ട് അങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല ഇത് കാണാ. അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റുന്ന പൊടി കൂടി മാറിക്ക്. കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ലല്ലേ? പക്ഷെ ചൂടില്ലേ? ഇതിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ബിഗിനേഴ്സ് ഇതിൽ ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിന്റെ അഡ്വാൻസ്. ഞാനിതിൽ വോയിസ് ഓവർ ആവാം. ഞാൻ നമ്പർ ചെയ്തോണ്ടിരിക്കും. സാറില്ല, ഫസ്റ്റ് ടൈമിൽ പാളിച്ചേക്ക് വരും എൻ്റെ കാര്യം. അത് ചെയ്യാതിരിക്കല്ലേ ചെയ്യണം. ഇതിപ്പോൾ ചൂട് കാരണം ഞാനെടുത്തു, അല്ലെങ്കിൽ ചെയ്യാത്തോണ്ട് ഇതിൻ്റെ കൈ കൊള്ളു. ഇത് കാണിക്കില്ല. ഇതാണ് ഒരു പ്രോ എന്നൊരാളുടെ കയ്യിൽ അങ്ങനെ എത്തുമ്പോൾ എത്ര ഇതായി നോക്കിയത്. ഇനി ഞാനായിരുന്നു 2 മണിക്കൂർ കഴിഞ്ഞാലും കുളിപ്പിട്ടേ ആവില്ല. ഇതാണ് ഉരുട്ടണത്. ഞാൻ ഉരുട്ടാം. എങ്ങനെ ഉരുട്ടണേന്ന് ഒരെണ്ണം ഉരുട്ടി കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യണത്. എന്നെ എല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കരുത്, എന്നെ കാണിച്ചു തരണം. ഓക്കെ. എന്നിട്ട് അതിലേക്ക് ശർക്കരയും അമ്മയുടെ ക്യാമറയിലോട്ട് കൊണ്ടുവന്ന് നമ്മളതാ ഫില്ലിങ്സ് വെക്കാൻ കേട്ടോ. ഓക്കെ, നമ്മളത് ഇടിച്ച് പരത്തി സാറ്റിസ്ഫാക്ഷൻ വേണ്ട. അതൊന്നും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയാലും ഭംഗിയായില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കണം ഒരു കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടും. നാളെ നമുക്ക് ക്യാബേജ് വട ഉണ്ടാക്കാം. ഇതാണ് ഞാൻ കേറാത്ത. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എനിക്കറിയാം ഇത് ഞാനിങ്ങനെ കയറിയ ഇങ്ങനെ പറയാം നാളെ നമുക്ക് അടുത്തുണ്ടാക്കാം. നാളെ നമ്മൾ ബെയ്റ്റ് ഇടുക എന്ന് പറയില്ലേ, കയ്യിൽ കിട്ടാൻ കാത്തിരിക്കരുത്. എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എനിക്ക് മൂടില്ല. അതുകൊണ്ട് ഇന്ന് പിന്നെ കൊഴുക്കട്ട നമുക്കിത് വൈകുന്നേരത്തെ പലഹാരത്തിനായിട്ട് ഞാൻ പറഞ്ഞു ക്യാബേജ് വേണം. അമ്മയ്ക്ക് അവിടെ നിന്ന് റെസിപ്പി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെറൈറ്റി അല്ലേ, പഠിച്ചു വെച്ചേക്കാം. നമ്മളൊരു കാലത്ത് ഇതൊക്കെ ചെയ്യേണ്ടി വരില്ലേ. അപ്പം നമ്മൾ അടുത്തത് ഇതാണ് നല്ല ഭംഗിയായി കണ്ടു. അങ്ങനെ നമ്മൾ ഓരോ കൊഴുക്കട്ടയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇച്ചിരി പൊളിഞ്ഞൊക്കെ ഇരിക്കണത് ഉണ്ടാക്കിയ ഞാനാണ്. ബാക്കി നല്ലതൊക്കെ ആദ്യത്തെ എൻ്റെ ഒരെണ്ണം നല്ലതായിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇച്ചിരി പുറത്ത് വന്നു. ഇതെൻ്റെ അമ്മയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് ചുടിക്കണം, എൻ്റെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ കൊടുക്കണം. ഞാൻ കുറച്ചും കൂടെ ഉള്ളൂ, ഇച്ചിരിയും കൂടെ ഉള്ളൂ. അതിനും കൂടെയുള്ള ഫില്ലിങ് കൂടി ആയാൽ നമ്മളിതിന് അടുപ്പത്ത് കയറ്റുന്നതായിരിക്കും. ഇത് ഞങ്ങൾക്ക് ഇവിടെ സേവന വരെ ഞങ്ങൾ വീട് തുടക്കലായിരുന്നു. ഇത് കഴിഞ്ഞാണ് അങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ എന്നൊരു തോട്ടില്ലാത്ത കൊഴുക്കട്ട ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് ഹെൽപ്പ് ചെയ്യും എന്നുള്ള മഹാമനസ്കത കാണിച്ചത് നോമാണ്. എൻ്റെ അമ്മയ്ക്ക് ഓഫും കൂടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊഴുക്കട്ട ഉണ്ടാക്കിയ ശേഷം ഞാൻ നല്ല രീതിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു കുറച്ച് കഴിക്കാറില്ല. നമ്മൾ ലാസ്റ്റ് കൊഴുക്കട്ടയാണ്. നമ്മൾ നല്ല രീതിക്ക് മൊത്തം പഠിച്ച് നമ്മളിതിലേക്കിട്ട് പ്രഷർ പോവാം. അതിൻ്റെ അമ്മ കഴിക്കാറുണ്ട്. ഞാൻ വിചാരിച്ച ഇതിലേക്ക്. ഓക്കെ, നമ്മൾ ചിമ്മിപ്പോയി ഗൈസ്. നമുക്കിത് കിട്ടാം. പാരിദൂഷണം അല്ലെ, പാരിദൂഷണം അല്ലല്ലോ, പാരിദൂഷികം. ഓക്കെ, നമ്മളുടെ നോക്കത് എന്തൊക്കെ പറയണേ, അതൊക്കെ അതിൽ റെക്കോർഡ് ആവണല്ലോ എന്നൊക്കെ. യെസ്, നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കും. മൊത്തത്തിൽ 1 2 3 4 5 6 7 8 9 10 11 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഡ് നമ്പറാണ് മമ്മി. അത് തിളച്ചില്ലല്ലോ, കുറച്ചും കൂടി ചെറിയ തട്ട് ഇതൊന്നും വെക്കണം. അത് തിളച്ച് കഴിഞ്ഞിട്ടല്ലേ വെക്കുന്നത്? നമ്മുടെ വൈകുന്നേരത്തെ പലഹാരത്തിന് സ്വന്തം അവിടെ സെറ്റായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചായ വെക്കാം. എൻ്റെ ചായ മതിയോ? എൻ്റെ ചായ സാധാരണ അമ്മയ്ക്ക് ഇഷ്ടമല്ല, വേറെ ഒന്നും കൊണ്ടില്ല, കടുപ്പം കൂടുതലൊന്നും പറഞ്ഞത്. ഒരു ചായ കടുപ്പം വേണ്ട ഗൈസ്.
എനിക്ക് നല്ല കടുപ്പത്തിൽ ചായ കിട്ടണം സാരില്ല. പക്ഷെ എൻ്റെ അമ്മയോട് പ്രമാണിച്ച് ഞാനത് കടുപ്പം കുറച്ചിരിക്കും. ഗൈസ് അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അയ്യോ നമ്മൾ നമ്മുടെ ചായയും കൂടി റെഡിയാക്കി എല്ലാം സെറ്റ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് തേവരയിലേക്കും തിരിച്ചുമുള്ള വാഹനം എം ജി റോഡ്, അയ്യപ്പൻ റോഡ്, വൈറ്റില